ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ടി വാസുദേവൻ നായർ എഴുതി 1984 പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലാണ് രണ്ടാമൂഴം. മഹാഭാരതം എന്നും ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ്റെയും അനുജന്മാരുടെയും വിജയത്തിൻ്റെ കഥയാണ്. എല്ലാ നേട്ടങ്ങളുടെയും പ്രശംസ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനും അനുജനായ അർജുനനും സ്വന്തമാക്കുമ്പോൾ നിശബ്ദനാകപ്പെടുകയാണ് ഭീമൻ. ഭീമൻ അല്ലെങ്കിൽ പാണ്ഡവരിൽ രണ്ടാമൻ്റെ കഥയാണ് രണ്ടാമൂഴം. മഹാഭാരതത്തിലെ കഥ തന്നെയാണ് പറയുന്നതെങ്കിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മഹാഭാരതത്തിൽ തിളങ്ങി നിൽക്കുന്ന കഥാപാത്രമല്ല ഭീമൻ. ധാർമ്മിക ചിന്തയുമായി യുധിഷ്ഠിരൻ, തിളങ്ങുന്ന വില്ലുമായി അർജുനനും, വില്ലനിൽ വില്ലനായ ദുര്യോധനനും, ചാതുരിയും മിഴിവുമായി കൃഷ്ണനും, സൗന്ദര്യവുമായി ദ്രൗപദിയും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ പിറകിലേക്ക് തള്ളപ്പെട്ട ഭീമന്റെ കണ്ണീരിൻ്റെ കഥയാണ് രണ്ടാമൂഴം. ഒരു ജന്മം മുഴുവൻ രണ്ടാമൂഴത്തിനായി കാത്തു നിൽക്കേണ്ടി വരികയാണ് ഭീമന്. യുധിഷ്ഠിരൻ്റെയും അർജുനൻ്റെയും നിഴലിൽ ഒതുങ്ങിപ്പോകുന്ന ഭീമന്റെ ചുരുളറിയാത്ത പ്രണയം കൂടിയാണ് ഈ കഥ. സ്വർഗപ്രവേശം ചെയ്യാനായി നടന്നു നീങ്ങുന്ന യുധിഷ്ഠിരനെയും സംഘത്തെയും കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. യാത്രയിൽ തളർന്നു വീഴുന്ന പാഞ്ചാലിയുടെ അടുത്തേക്ക് ആദ്യം ചെന്നെത്തുന്നത് ഭീമനാണ്. പാണ്ഡവരിൽ ഭീമന് മാത്രമാണ് പാഞ്ചാലിയോട് അത്രയേറെ സ്നേഹമുണ്ടായിരുന്നത്. എന്നിട്ടും അവളുടെ സ്നേഹത്തിലും രണ്ടാമൂഴത്തിനായി കാത്തു നിൽക്കേണ്ടി വരികയാണ് ഭീമന്. മഹാഭാരതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളും രണ്ടാമൂഴത്തിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭീമന്റെ ചിന്തകൾക്കും വികാരങ്ങൾക്കുമാണ് കഥ പ്രാധാന്യം നൽകുന്നത്. യുധിഷ്ഠിരൻ, അർജുനൻ, കൃഷ്ണൻ എന്നിവരുൾപ്പെടെ മറ്റെല്ലാ കഥാപാത്രങ്ങളും ഭീമന് രണ്ടാം സ്ഥാനത്തായാണ് വരുന്നത്. ഇതിലെ മിക്ക കഥാപാത്രങ്ങളും മനുഷ്യർ തന്നെയാണ്. അതായത് ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ സുഹൃത്തായ ഒരു യാദവ രാജാവാണ്. അതുപോലെ മറ്റെല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു മാനുഷിക സ്പർശം നൽകിയിട്ടുണ്ട്. പുസ്തകത്തിൽ കൃഷ്ണനെ ഒരു കൗശലക്കാരനായും നിർദ്ദയനായുമായ ഒരു കഥാപാത്രമായാണ് കാണിക്കുന്നത്. മറ്റുള്ളവരെയെല്ലാം വളരെ ആഴത്തിൽ തന്നെ കൃഷ്ണൻ സ്വാധീനിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ കടമ, ത്യാഗം, വിധി എന്നിവയെല്ലാം കഥയിൽ പ്രധാനപ്പെട്ടതാകുന്നുണ്ട്. ഭീമന്റെ കുട്ടിക്കാലത്താണ് കഥ ആരംഭിക്കുന്നത്. അവിടെ അവൻ സ്വന്തം സ്വത്വവുമായും അവനിൽ വെച്ച പ്രതീക്ഷകളുമായും പോരാടുന്നുണ്ട്. കടമയും ആഗ്രഹങ്ങളുടെയും ഇടയിൽപ്പെട്ട് വിങ്ങുകയാണ് ഭീമൻ. പകിടകളി, വനത്തിലേക്കുള്ള പ്രവാസം, കുരുക്ഷേത്രയിലെ യുദ്ധം, അങ്ങനെ തൻ്റെ കുടുംബത്തിൻ്റെ പ്രവൃത്തികളുടെ ഫലങ്ങളെല്ലാം ഭീമനെ പിടിമുറുക്കുന്നുണ്ട്. പാണ്ഡവ കുടുംബത്തിനുള്ളിലെ സങ്കീർണമായ ബന്ധങ്ങളെ നോവൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഇവിടെ വനവാസം എന്നത് ഭീമന്റെയും പാണ്ഡവരുടെയും ആത്മപരിശോധന, സ്വയം കണ്ടെത്തൽ, ആത്മീയമായ വളർച്ച എന്നിവയ്ക്കുള്ള ഇടമാകുന്നു. ഭീമന് ദ്രൗപദിയോടുള്ള അഗാധമായ സ്നേഹം നോവലിൽ കാണിക്കുന്നുണ്ട്. ഭീമനും ദ്രൗപദിയും ചെറുപ്പം മുതലേ ശക്തമായൊരു ബന്ധമുള്ളവരായി നോവലിൽ കാണിക്കുന്നു. ഭീമൻ ആരാണെന്ന് മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും വൈകാരികമായ പിന്തുണ നൽകുകയും ചെയ്യുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് ദ്രൗപദി. അതിശക്തനും അതേസമയം ലളിത ചിന്താഗതിക്കാരനുമായ ഭീമൻ എന്ന മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും നോവലിൽ ഭീമന്റെ കണ്ണിലൂടെ വിവരിക്കുകയാണ്. പലപ്പോഴും സഹോദരന്മാരുടെ ചിന്തകൾ ഭീമന് മനസ്സിലാകുന്നില്ല. കാനന കന്യകയായ ഹിഡുംബിയിലാണോ അതോ രാജകുമാരിയായ ദ്രൗപദിയിലാണോ ഭീമന് കൂടുതൽ പ്രണയമെന്ന് വായനക്കാരന് സംശയമുണ്ടാകുന്നു. ഭീമനും ഹിഡുംബിയും വനത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. തുടക്കത്തിൽ ഭീമനെ കൊല്ലാൻ അവളുടെ സഹോദരൻ അയച്ച ഒരു രാക്ഷസിയായാണ് ഹിഡുംബിയെ ചിത്രീകരിക്കുന്നത്. എന്നിരുന്നാലും ഭീമന്റെ ശക്തിയിലും ധൈര്യത്തിലും അവൾ ആകർഷിക്കപ്പെടുന്നു. കഥ പുരോഗമിക്കുമ്പോൾ ഭീമനും ഹിഡുംബിയും തമ്മിൽ ഒരു പ്രണയബന്ധം വളരുന്നുണ്ട്. അവളുടെ ദയയിലും അനുകമ്പയിലും ഭീമൻ ആകർഷിക്കപ്പെടുന്നു. എന്നാൽ ഭീമന് വേണ്ടി അവൾ സ്വയം ജീവൻ ത്യാഗം ചെയ്യുകയാണ്. അതിലൂടെ ഒരു ദുരന്തമായി അവരുടെ പ്രണയം പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. വായുപുത്രനാണ് എന്ന് വിശ്വസിച്ച് എല്ലാ ആപത്ഘട്ടങ്ങളിലും വായുദേവനെ വിളിച്ചുപോന്ന ഭീമന്റെ പിതൃത്വം കഥയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ശക്തനായ ഒരു മകനെ കിട്ടാൻ വേണ്ടി കാട്ടിൽ നിന്നും വന്ന ഒരു കാട്ടാളനിൽ നിന്നുമാണ് ഭീമന് ജന്മം നൽകിയതെന്ന് കുന്തി ഭീമനോട് പറയുന്നു. വായുപുത്രൻ എന്ന് അഹങ്കരിച്ചിരുന്ന ഭീമൻ അവിടെയും തോൽക്കപ്പെടുന്നു. മഹാഭാരതത്തിൽ വളരെ അകലെ കാണപ്പെടുന്ന പല കഥാപാത്രങ്ങളും രണ്ടാമൂഴത്തിൽ വളരെ അടുത്ത് നോക്കിക്കാണാൻ കഥാകാരൻ ശ്രമിക്കുന്നുണ്ട്. വിശോകൻ എന്ന ഭീമന്റെ സാരഥിയെ മഹാഭാരതത്തിൽ വളരെ ചെറുതായാണ് കാണിക്കുന്നത്. രണ്ടാമൂഴത്തിൽ കർണനെ വധിക്കാൻ കിട്ടിയ അവസരത്തിൽ അത് തൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നത് വിശോകനാണ്. പണ്ടൊരിക്കൽ കുന്തിദേവിയെ കാണാൻ ചെന്ന വിശോകൻ കർണനോട് അവൻ തൻ്റെ മകനാണ്, മൂത്ത പാണ്ഡവനാണ് എന്ന് പറയുന്നത് വിശോകൻ കേട്ടു.
കഥയിൽ വളരെ വലിയ മാറ്റം വരുത്തുന്ന സംഭവത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി തീരുന്നത് വിശോകനാണ്. അതുപോലെ ബലന്ധര അത്ര പ്രാധാന്യമില്ലാത്തൊരു കഥാപാത്രമാണെങ്കിലും ഭീമന്റെ മനസ്സിൽ ബലന്ധരയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. യുദ്ധത്തിൽ ദുശാസനനെ ഭീമൻ വധിക്കുന്നുണ്ട്. ദുശാസനൻ അവസാന ശ്വാസത്തിൽ ഭീമനെ പരിഹസിക്കുന്നു. തൻ്റെ കുടുംബത്തിന്റെ അപമാനത്തിന്റെ കറ ഭീമന് ഒരിക്കലും കഴുകിക്കളയാനാവില്ലെന്ന് പറയുന്നു. കോപാകുലനായ ഭീമൻ ദുശാസനന്റെ നെഞ്ചു തുറന്ന് അവന്റെ രക്തം കുടിച്ചുകൊണ്ട് ദ്രൗപദിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നു. എന്നാൽ യുദ്ധത്തിന്റെ അനന്തരഫലം വളരെ തീവ്രവും വൈകാരികവുമായാണ് കാണിക്കുന്നത്. ഭീമനിൽ ദുഃഖവും പശ്ചാത്താപവുമാണ് നിറയുന്നത്. പ്രതികാരം ചെയ്യാനുള്ള അത്യാഗ്രഹം മൂലം സ്വന്തം മനുഷ്യത്വം നഷ്ടപ്പെട്ടെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. ഒടുവിൽ ഭാരതയുദ്ധത്തിനു ശേഷം മല കയറവേ ഓരോ സഹോദരങ്ങളായി വീണുപോകുന്നു. അവരുടെ പാപങ്ങളാണ് അവരെ വീഴ്ത്തിയതെന്ന യുധിഷ്ഠിരന്റെ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് നടക്കവേ ദ്രൗപദിയും വീഴുന്നു. ഇത് കണ്ട് ദ്രൗപദിയെ താങ്ങാൻ ഭീമൻ തിരിഞ്ഞു നടക്കുന്നു. അങ്ങനെ നോവലിലുടനീളം ഭീമന്റെ ആത്മപരിശോധനയും ആത്മസംശയവും പ്രകടമാണ്. തനിക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ തനിക്ക് നൽകപ്പെടുന്ന സ്ഥാനവുമായി അവൻ പോരാടുന്നു. പരസ്പര വിരുദ്ധമായ മൂല്യങ്ങളുമായുള്ളൊരു പോര് അവൻ്റെ ആത്മാവിൽ നടക്കുന്നുണ്ട്. അതേസമയം കടമ, വിശ്വസ്തത, ധാർമ്മികത എന്നിവയിലും അടിയുറച്ച് വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടും കേട്ടും പരിചയിച്ച ഭീമനിൽ നിന്നും വ്യത്യസ്തനായ ഒരാളായാണ് രണ്ടാം ഊഴം ഭീമനെ വരച്ചിടുന്നത്. മഹാഭാരതത്തോട് ചേർന്നു പോകുന്നതാണെങ്കിലും വേറിട്ടൊരു വായനാനുഭവമാണ് രണ്ടാം ഊഴം വായനക്കാരന് നൽകുന്നത്. അപ്പോൾ തീർച്ചയായും ഒരിക്കലെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കേണ്ട ഒരു കഥ തന്നെയാണ് MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.